അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ചില ആളുകളുണ്ട്, എന്ത് കാര്യം കിട്ടിയാലും എല്ലാറ്റിനും അഭിപ്രായം പറഞ്ഞ് എല്ലാറ്റിലും ഇടപെടുന്ന ചില ആളുകൾ. ആ കാര്യം ഞാൻ അഭിപ്രായം പറയേണ്ടതാണോ, ഞാൻ ഇടപെടേണ്ടതാണോ എന്നൊന്നും ചിന്തിക്കാതെ സർവത്ര കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില ആളുകൾ. അവർക്ക് ചില ഭാവനകളാണ്, ഇങ്ങനെ ഇടപെട്ടാൽ ധാരാളം ഫാൻസുകൾ നമുക്കുണ്ടാവും എന്നൊക്കെ ചിന്തയായിരിക്കാം. യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാവ് എപ്പോഴും ഹൃദയത്തിന് പിന്നിലായിരിക്കും. കാരണം ഏതൊരു കാര്യം പറയുമ്പോഴും ഏതൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും അവൻ ആലോചന നടത്തിയതിൻ്റെ ശേഷമേ ഇടപെടുള്ളൂ. അതേ സ്ഥാനത്ത് ബുദ്ധിയില്ലാത്ത ആളുകളുടെ അവസ്ഥയാണ് നാവ് ഹൃദയത്തിൻ്റെ മുമ്പിലായിരിക്കും എന്നുള്ളത്. അവർ കാര്യങ്ങളിൽ ഇടപെട്ട് പറഞ്ഞതിൻ്റെ ശേഷമായിരിക്കും പിന്നെയാണ് അവർ ആലോചിക്കുക. ഇങ്ങനെ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നാം എന്ത് പറയണം, എവിടെ പറയണം, ആരോട് എന്തെല്ലാം പറയണം എന്ന് നമ്മൾ ശരിക്ക് ചിന്തിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അങ്ങനെ പറയുന്നവർ, അങ്ങനെ ചിന്തിക്കുന്നവരാണ് വിജയിക്കുകയുള്ളൂ. ഒരു കഥ പറയാം. ഒരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ വായക്ക് നല്ല നാറ്റമുണ്ടായിരുന്നു എന്നുള്ളതാണ്. വായ്നാറ്റമുള്ള രാജാവായിരുന്നു. ഒരിക്കൽ ഭാര്യയോടൊത്ത് സൊറ പറഞ്ഞിരിക്കാൻ വേണ്ടി ഭാര്യയുടെ അടുത്തിരുന്നപ്പോൾ ഭാര്യ ഒന്നല്പം അങ്ങോട്ട് നീങ്ങിയിരുന്നു. രാജാവ് ഒന്ന് ഭാര്യ അടുത്തേക്ക് വീണ്ടും ഇരുന്നു. ഭാര്യ ഒന്നും കൂടെ അങ്ങോട്ട് നീങ്ങിയിരുന്നു. അപ്പോൾ രാജാവിന് ദേഷ്യം പിടിച്ചു. സിംഹരാജൻ ചോദിച്ചു, അല്ല, എന്താ നിന്റെ പ്രശ്നം? എൻ്റെ വായ വാസനിക്കുന്നുണ്ടോ, ദുർഗന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഉണ്ട് എന്നുള്ള രൂപത്തിൽ തലയാട്ടി ഒന്ന് ചിരിച്ചു. രാജാവ് ധാരാളം പ്രജകളുടെ മുമ്പിലാണ് ഇത് നടക്കുന്നത്. രാജാവിന് അവിടുത്തെ അഭിമാനത്തിന് ക്ഷതമേറ്റ അവസ്ഥയായിരുന്നു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഉടനെ തന്നെ ആ പ്രജകളിൽ നിന്ന് ഒരു കരടിയെ വിളിച്ചു. കരടിയെ വിളിച്ചിട്ട് രാജാവ് പറഞ്ഞു, എൻ്റെ വായ നാറ്റമുണ്ടോ, വാസനിക്കുന്നുണ്ടോ, ദുർഗന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചാണ്ട് രാജാവ് വായ അണ്ട് തുറന്നു വെച്ച് കൊടുത്തു. ദുർഗന്ധം കാരണം കരടി വല്ലാതെ വിഷമിച്ചു പോയി. ഒരു പാവത്താനാണ്, കരടിയാണ്, സാധുവാണ്. ആ കരടി എന്ത് ചെയ്തു എന്നറിയാള്? അവിടുന്ന് ആ രാജാവിനോട് സത്യം പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ വായ നല്ല ദുർഗന്ധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് ആ കരടിയെ ഒരൊറ്റ അടി അങ്ങോട്ട് അടിച്ചു. ആ കരടി നിലം പതിച്ചു, അങ്ങ് ചത്തുപോയി. രാജാവ് അപ്പുറത്തൊരു കുറുക്കൻ നിൽക്കുന്നുണ്ട്. കുറുക്കനെ വിളിച്ചു. കുറുക്കനോട് ചോദിച്ചു, എൻ്റെ വായ ദുർഗന്ധം വരുന്നുണ്ട് വായിൽ നിന്ന്. ആ സമയത്ത് കുറുക്കൻ ഇങ്ങനെ ആലോചിച്ചു, എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഉറപ്പാണ് അടി കിട്ടും. കളവ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, രാജാവിൻ്റെ സിമ്പതിയും അതുപോലെ തന്നെ രാജാവിൻ്റെ ഒരു സ്നേഹവും ലഭിക്കാൻ വഴിയാകുമെന്ന് ചിന്തിച്ചിട്ട് കളവ് പറയാൻ തീരുമാനിച്ചു. ഈ കുറുക്കൻ എന്ത് ചെയ്തു? രാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജ, അങ്ങയുടെ വായക്കൊരു ദുർഗന്ധവും ഇല്ലല്ലോ, നല്ല സുഗന്ധമാണല്ലോ അങ്ങയുടെ വായിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞപ്പം രാജാവ് ഒരൊറ്റ അടിയണ്ട് അടിച്ചിട്ട് പറഞ്ഞു, കള്ളം പറയുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ അതിനും കിട്ടിയ അടി. ആ കുറുക്കനും നിലംപതിച്ചു. മൂന്നാമത് രാജാവ് ഒരു ആടിനെയാണ് വിളിച്ചത്. ആട് നല്ല ബുദ്ധിമാനാണ്, നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ആട്. ആടിനെ വിളിച്ചു. ആടിനെ അടുത്തേക്ക് വിളിച്ചിട്ട് രാജാവ് ചോദിച്ചു, എൻ്റെ വായ ദുർഗന്ധം വഹിക്കുന്നുണ്ടോ വായിൽ നിന്ന്? ഈ സമയത്ത് ആട് ചിന്തിക്കുന്നത്, സത്യം പറഞ്ഞാലും കുടുങ്ങും, കളവ് പറഞ്ഞാലും കുടുങ്ങും, എന്തായാലും അടി ഉറപ്പാണ്. ആ സമയത്ത് ഈ ആട് എന്ത് ചെയ്തു? അവിടുന്ന് മൂക്കൊന്ന് ചീറ്റി ഒന്ന് ചുമച്ചു. എന്നിട്ട് ജലദോഷവും അതുപോലെ തന്നെ മൂക്കടപ്പും ഉള്ളതുപോലെ അഭിനയിച്ചു. രാജാവ് ചോദിച്ചു, എൻ്റെ വായൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പം ഈ ആട് പറഞ്ഞു, അല്ലയോ മഹാരാജ, എനിക്ക് ഏതാനും ദിവസമായി ജലദോഷവും മൂക്കടപ്പുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ വായയുടെ വാസന എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, ഒന്നിൻ്റെയും വാസന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, അറിയുന്നില്ല എന്ന് ഈ ആട് ആ സിംഹരാജാവിനോട് പറയാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ഈ ആടെടുത്തൊരു ചിന്ത. ആട് അതേ സ്ഥാനത്ത് മറ്റ് രണ്ടുപേരും ഒരാൾ സത്യസന്ധനായിട്ട് കാര്യം പറഞ്ഞതാണ്, പക്ഷെ അത് പറഞ്ഞ സ്ഥലം രാജാവിനോടായി പോയി. മറ്റാൾ എങ്ങനെ കളവ് പറഞ്ഞിട്ട് ഒരു സ്ഥാനം കിട്ടുമെന്ന് കരുതിയതാണ്, അവിടെയും പാളിപ്പോയി. ചുരുക്കത്തിൽ പറഞ്ഞാൽ നാം ഇടപെടുന്ന മേഖലകളെ നാം ആരോട് എന്ത് സംസാരിക്കണം, ആരാണോ നമ്മുടെ മുമ്പിലുള്ളത് അവിടെ എങ്ങനെ ഇടപെടണം എന്നുള്ളത് നാം മനസ്സിലാക്കി വേണം സംസാരിക്കാൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.